JSK സിനിമയുടെ പുതിയ പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിൽ സമർപ്പിച്ചു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നത് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കിയാണ് സിനിമ പുറത്തിറക്കുക. കോടതിയിലെ ഒരു രംഗം മ്യൂട്ട് ചെയ്യണമെന്നും കഴിഞ്ഞ ദിവസം കോടതി ആവശ്യപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ബീന റാണിയുണ്ട്. ബീന, സെൻസർ ബോർഡിന് മുന്നിൽ സിനിമ എത്തിയിട്ടുണ്ട്, എങ്ങനെയാണ് വിശദാംശങ്ങൾ? രാഖി, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എഡിറ്റ് ചെയ്ത പതിപ്പാണ് ഇന്ന് സെൻസർ ബോർഡിന് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം സെൻസർ ബോർഡ് ഓഫീസിലാണ് ആ ചിത്രം സമർപ്പിച്ചത്. പേരിനെ ചൊല്ലി വലിയ വിവാദമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ JSK എന്ന സിനിമയുടെ സബ് ടൈറ്റിലിൽ ജാനകി എന്ന പേരിനൊപ്പം വി എന്നുകൂടി ചേർത്താൽ പ്രദർശന അനുമതി നൽകാമെന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിക്കുകയായിരുന്നു. ഇത് നിർമ്മാതാക്കൾ ഹൈക്കോടതിയിൽ സമ്മതിച്ചു. അതോടൊപ്പം തന്നെ കോടതി രംഗങ്ങളിൽ ജാനകി എന്ന പേര് പറയുന്നിടത്ത് മ്യൂട്ട് ചെയ്യാമെന്ന് ഹർജിക്കാർ കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇത്തരത്തിൽ മാറ്റം വരുത്തി സമർപ്പിച്ചാൽ 3 ദിവസത്തിനകം സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് സെൻസർ ബോർഡും വ്യക്തമാക്കി. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സെൻസർ ബോർഡിന് മുന്നിൽ റീ എഡിറ്റ് ചെയ്ത പതിപ്പ് സമർപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ ലാൽ മീഡിയയിൽ ഇതിന്റെ റീ എഡിറ്റിംഗ് പൂർത്തിയായിരുന്നു. ഈ സിനിമയ്ക്ക് ഇത്തരത്തിൽ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതിനെതിരെ നിർമ്മാതാക്കളായ കോസ്മോ എന്റർടൈൻമെന്റ്സ് ആണ് നേരത്തെ കോടതിയെ സമീപിച്ചത്. തുടർന്നാണ് കോടതി കഴിഞ്ഞ ബുധനാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ ജാനകി എന്ന പേരിന്റെ ആദ്യമോ അവസാനമോ വിദ്യാധരൻ എന്ന പേരിന്റെ ചുരുക്കെഴുത്തായ വി എന്ന് ചേർക്കണമെന്നും കോടതി രംഗങ്ങളിൽ പേര് മ്യൂട്ട് ചെയ്യണമെന്നും നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്തായാലും പേര് മാറ്റുന്നത് ബുദ്ധിമുട്ടാണെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചതിനെ തുടർന്നാണ് ഇത്തരം ഒരു സമവായത്തിലേക്ക് എത്തിയത്. സുരേഷ് ഗോപിയാണ് ചിത്രത്തിലെ നായകൻ. ചിത്രത്തിന്റെ പേരിലും അതുപോലെ തന്നെ കഥാനായികയുടെ പേരിലും ജാനകി എന്ന പേര് വന്നതാണ് വലിയ വിവാദത്തിലേക്ക് നീങ്ങിയത്. എന്തായാലും കോടതി നിർദ്ദേശപ്രകാരം സെൻസർ ബോർഡ് അംഗീകാരത്തോടെ ഇപ്പോൾ പുതിയ റീ എഡിറ്റ് ചെയ്ത പതിപ്പ് തിരുവനന്തപുരം സെൻസർ ബോർഡിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ്. 3 ദിവസത്തിനകം സെൻസർ ബോർഡ് അനുമതി നൽകിയാൽ അടുത്ത വെള്ളിയാഴ്ച ചിത്രം പ്രദർശിപ്പിക്കാം എന്നാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് നീണ്ടുപോയാൽ OTT അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി നേരിടും എന്നതിനാലാണ് ഇത്ര തിരക്കിട്ട് റീ എഡിറ്റ് ചെയ്ത് വീണ്ടും സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും 3 ദിവസത്തിനകം ചിത്രത്തിന് അനുമതി ലഭിക്കുകയാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. JSK സിനിമയുടെ പുതിയ പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിൽ സമർപ്പിച്ചു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. ബീന റാണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.